ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. തെബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യയിലും ഹെറോദാസ് ഗലീലയിലും വാഴുമ്പോൾ ഹന്നായും കയ്യപ്പാസും മഹാപുരോഹിതന്മാരായിരുന്ന കാലത്ത് സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട്. യഹൂദയുടെ മരുഭൂമിയിൽ ഒരു ഉറച്ച ശബ്ദം, പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവരിൽ മനസ്താപം ആഹ്വാനം ചെയ്യുന്ന ശബ്ദം, ധർമ്മത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രവാചകന്റെ ശബ്ദം. എലിസബത്ത്, മറിയം, എന്റെ ചാർച്ചക്കാരി, അത്ഭുതകരമായി നീ ഗർഭിണിയായിരിക്കുന്നു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. കണ്ടാലും ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയം, ഈ ഹെറോദോസിനെ തോൽപ്പിക്കാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. ആകാശ്, എന്തുകൊണ്ടോ നമുക്കൊരു വല്ലാത്ത ഭയം. എന്തേ ഈ യഹൂദിയ ദേശത്തെ മുഴുവൻ വിറപ്പിക്കുന്ന അവിടുത്തേക്ക് ഭയമോ? അങ്ങിത്രയും അധീരനാകുന്നതിൽ അടിയന് ഖേദമുണ്ട്. മഹാപ്രഭു, അവിടുത്തെ ഭയത്തിന്റെ കാരണം എന്താണ്? ഷാബോത്ത്, നമുക്കൊരു സംശയം. യഹൂദന്മാരുടെ രാജാവായി ഏതോ ഒരു ദിവ്യപിറവി നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു എന്ന് നാം ഗ്രഹിച്ചിരിക്കുന്നു. ബേദലഹേമിൽ യൂതന്മാരുടെ രാജാവ് ജനിക്കുമെന്ന് മുൻപേ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തിരുമേനി. പ്രവചനങ്ങൾ തെറ്റാറില്ല. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ അവന്റെ സാമ്രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കേയില്ല എന്നാണ് പറയപ്പെടുന്നത്. നിർത്തൂ! അവന്റെ സാമ്രാജ്യം അതുണ്ടായിട്ട് വേണ്ടേ അവസാനിക്കാൻ? നാം ജീവനോടിരിക്കുമ്പോൾ എന്റെ സിംഹാസനം അവകാശമാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആരവിടെ? കൽപ്പിച്ചാലും പ്രഭു. ഈ യഹൂദ്യ ദേശത്ത് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ഉടൻ തന്നെ കൊന്നൊടുക്കുവാൻ നാം ഇതാ ഉത്തരവിടുന്നു. തിരുമേനി, എന്തിനീ കൂട്ടക്കൊല നടത്തണം? ആ ശിശുവിനെ മാത്രം തേടിപ്പിടിച്ചു വധിച്ചാൽ പോരെ? പറഞ്ഞതനുസരിക്കൂ. ഈ യഹൂദ്യ ദേശം മുഴുവനും ചോരപ്പുഴയാൽ ഒഴുകട്ടെ. ഉത്തരവ് പോലെ.
യോഹന്നാനെ, എഴുന്നേൽക്കുക, കർത്താവിൻ്റെ വഴിയൊരുക്കുക, ഓടുവഴികൾ നിരപ്പാക്കുകയും ചെയ്യുക. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പാപികളെ, നിങ്ങൾ പശ്ചാത്താപപ്പെട്ട് മാനസാന്തരപ്പെടുവീൻ. അങ്ങ് ആരാണ്? ഞാൻ മരുഭൂമിയിലെ ശബ്ദമാകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനും ബലവാനുമാകുന്നു. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളമുറ്റം വൃത്തിയാക്കി ഗോതമ്പ് കളപ്പുരിയിൽ ശേഖരിച്ചു വെക്കുകയും പതിരുകൾ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. നീ കള്ളം പറയുന്നു. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരുവനെ പറ്റി കേട്ടിട്ടേയില്ല. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് കരുതി നിങ്ങൾ അഹങ്കരിക്കണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്താനങ്ങളെ ഉളവാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അയാൾ ഭ്രാന്തനാണ്. അല്ല, അയാൾ പ്രവാചകനാണ്. വരൂ, നമുക്ക് അയാളുടെ ഒപ്പം പോകാം. എനിക്ക് ഈ രോഗം പിടിപെട്ടത് അദ്ദേഹത്തെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും. അയ്യോ, വേണ്ട, ഇരിക്കും അറിയാൻ. നിന്നോട് നാം എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഈ ഉപചാരമൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന്. ആ പിന്നെ, നമ്മുടെ സഹോദരൻ ഫിലിപ്പോസിന് ഭരണപരമായി എന്തോ ആപത്ത്. റോമാ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുകയാണ്. ഞാൻ അവിടെ വരെ പോയി വിവരങ്ങൾ അന്വേഷിച്ചു വരാം. പ്രഭു, അങ്ങ് പോയി ഹെറോദയെയും മകളെയും ആശ്വസിപ്പിച്ചു വരൂ. നാമാൻ, ഇരിക്കൂ. മഹാറാണി, അവിടുന്ന് ഗലീലയുടെ റാണിയാവണം. അതിനുവേണ്ട എല്ലാ വേലകളും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പടനായകനായ നാമാൻ, നിങ്ങൾ വളരെ സമർത്ഥനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. നിങ്ങളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടയാണ്. ഹാ, അപ്പോൾ എനിക്ക് എന്ത് സമ്മാനമാണ് തരിക? ഞാനുള്ളപ്പോൾ നാമാന് വേറെ എന്ത് സമ്മാനമാണ് വേണ്ടത്? ഇനിയും വേണം ജീവിതം സുന്ദരമായി ഒന്ന് ആസ്വദിക്കാൻ. രാജ്ഞി, അന്തിപ്പാസ് തിരുമേനി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. ഇപ്പോഴെങ്കിലും അങ്ങ് വന്നല്ലോ. ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. എന്റെ ഹൃദയം എന്നേക്കാൾ എത്രയോ മുൻപേ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് എനിക്കൊരു വാക്ക് തരണം. എന്നെയും മകളെയും അങ്ങയുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം. എന്നെ ഗലീലയിലെ മഹാറാണിയാക്കണം. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ കൂടിയാണ് നാം വന്നിരിക്കുന്നത്. പോയി വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. പ്രഭു, ഇതാണ് നാമാൻ, നമ്മുടെ സേനാധിപതി. വിശ്വസ്തനും സമർത്ഥനും ധീരനുമാണ്. നാമാനും കൂടെ നമ്മോടൊപ്പം പോരട്ടെ. സലോമിയോടെ യാത്രയ്ക്ക് തയ്യാറാകാൻ പറയൂ. യഹൂദിയായിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തമൊഴുക്കിയ ഹെരോദോസ് എവിടെ? അവൻ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും. അവന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കുന്നുകളിലും പർവ്വതങ്ങളിലും അവൻ അഭയം കണ്ടെത്തുകയില്ല. അവന്റെ പാവങ്ങൾ തന്നെ അവനെ വേട്ടയാടും. ഗുരു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. ആഹാരമുള്ളവന് അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുകയും പിരിക്കുകയും ചെയ്യാവൂ. ഗുരു, ഞങ്ങൾ പരീശരും പാപികളുമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ദ്രോഹിക്കരുത്, വ്യാജമായ കുറ്റാരോപണം അരുത്. കിട്ടുന്ന വേതനം കൊണ്ട് തൃപ്തിപ്പെടുക. വരുവാനിരിക്കുന്ന രക്ഷകൻ അങ്ങ് തന്നെയോ? ഞാൻ അവന്റെ വഴി ഒരുക്കുവാൻ വന്നവൻ. എന്നേക്കാൾ ശക്തനായ ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ ജ്ഞാനസ്നാനം കഴിപ്പിക്കും. ഗുരു, ഞങ്ങളെ സ്നാനപ്പെടുത്തിയാലും? സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ
നദിയുടെ തീരം ആ സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം ചക്രവാളം തൊട്ട് ചക്രവാളം വരെ ശബ്ദത്തോടും കാറ്റുയർന്നു അന്ന് ശബ്ദത്തോടും കാറ്റുയർന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ദൈവനീതി പൂർത്തിയാക്കുവാൻ ഈ മാർഗം ഞാൻ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ അങ്ങനെക്ക് ജ്ഞാനസ്നാനം നൽകിയാൽ ഇവനെന്റെ പ്രിയപുത്രൻ 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 ഇവനായി കാതോർക്കുവിൻ. ഇവനെന്റെ പ്രിയപുത്രൻ 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 ഇവനായി കാതോർക്കുവിൻ. മേഘപാളികൾക്കിടയിൽ ശബ്ദം മുഴങ്ങി മേഘപാളികൾക്കിടയിൽ ശബ്ദം മുഴങ്ങി അശരീരി അശരീരി ഹല്ലേലൂയ. ഗലീലയിലെ രാജ്ഞി ഇപ്പോഴും ആ മറിയമാണ്. അവർ ഇവിടെ ഉള്ളിടത്തോളം നമുക്കാവത്ത. തിരുമേനിയെ നിർബന്ധിച്ച് അവരെ നമുക്കിവിടുന്ന് ഓടിക്കും. ഈ ഹെറോദി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് രണ്ടുപേരും കൂടെ ഒരു സംഭാഷണം? പ്രഭു, ഒരു അതിഥിയായി എനിക്കിവിടെ പാർക്കണ്ട. അങ്ങ് വാക്ക് തെറ്റിച്ചു. ഇപ്പോഴും ഗലീലയിലെ രാജ്ഞി മെറിയമാണ്. അതേ തിരുമേനി, ഹെരോദിയെ അങ്ങ് രാജ്ഞിയായി വാഴിക്കുക. സമയമാകട്ടെ. രാജ്ഞി, എനിക്കൊരു ബുദ്ധി തെളിയുന്നു. എന്നേക്കുമായി മറിയത്തിനെ നമുക്ക് ഇവിടുന്ന് ഇല്ലാതാക്കിയാലോ? ആലോചിച്ച് നാമാൻ വേണ്ടത് ചെയ്യൂ. മറ്റാരും ഇതറിയാൻ പാടില്ല. രാജ്ഞി പൊയ്ക്കുള്ളൂ. ഞാൻ ആലോചിച്ച് വേണ്ടതൊക്കെ ചെയ്തുകൊള്ളാം. എഴുന്നേൽക്കൂ മകളെ. പ്രഭു, അങ്ങ് എന്തിനാണ് ഈ ഉള്ളവളുടെ ജീവനെ രക്ഷിച്ചത്? രോഗിയും നിരാലംബയുമായ ഞാൻ ഈ ലോകത്തിന് തന്നെ ഒരു ഭാരമാണ്. ആർക്കും പ്രയോജനമില്ലാത്ത ഈ ജീവിതം ആരും അറിയാതെ ഈ ആഴക്കടലിൽ അവസാനിക്കുമായിരുന്നു. ആശ്വസിക്കൂ മറിയം. രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവനും എൻ്റെ പിന്നാലെ വരുന്നു. അവൻ ഹെറോദോസിനേക്കാളും സീസറിനേക്കാളും വലിയവൻ. പഴയ നിയമങ്ങളും ആചാരങ്ങളും തുടച്ചു മാറ്റി മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു നീതിശാസ്ത്രം അവൻ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ലോകത്തിൻ്റെ രക്ഷകൻ. ബലവാന്മാരെ അവൻ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങും. ആ നാളുകൾ വിദൂരമല്ല. അത് കാണുവാനുള്ള ഭാഗ്യം നിനക്കും ഉണ്ടാകും മറിയം. പ്രഭു, ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല.
നീ നിത്യജീവന്റെ വെളിച്ചം കണ്ടെത്തും. സന്തോഷത്തോടെ പോകും മകളെ. അന്തിപ്പാസ് ദുഷ്ടനും പാപിയുമാകുന്നു. അവന്റെ സഹോദരന്റെ ഭാര്യയുമായി അവൻ പാപം ചെയ്യുന്നു. മനുഷ്യപുത്രനായ രക്ഷകൻ എന്റെ പിന്നാലെ വരുന്നു. ഹേയ് നിർത്തൂ, ഞാൻ ഗലീലിയിലെ രാജകുമാരിയാണ്. ഹേ ബാബിലോണിന്റെ പുത്രി, നീ പാപത്തിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. നിന്റെ അമ്മ പാപം ചെയ്യുന്നു. നീ പോയി പറയൂ പശ്ചാത്തപിക്കാൻ, അല്ലെങ്കിൽ ഒരിക്കലും കടാത്ത അഗ്നിയിലേക്ക് എറിയപ്പെടും. അങ്ങയുടെ ജീവിതത്തിലെ ഈ സുവർണ നിമിഷം എത്ര സുന്ദരം, എത്ര മനോഹര മുഹൂർത്തം. അങ്ങയുടെ രാജ്ഞിയായി കിരീടം ചൂടിയ ഹെരോദ്യ രാജ്ഞിയെ, നിനക്ക് മംഗളങ്ങൾ. എന്റെ പ്രിയേ, മനോഹരി, നീ ഇത് കാണുന്നില്ലേ? എന്റെ ജനങ്ങൾ ഒന്നടങ്കം നിനക്ക് സ്തുതി പാടുന്നു. നിന്നെ സ്വന്തമാക്കിയ ഞാൻ എത്ര ഭാഗ്യവാൻ. ഇന്നു മുതൽ നിന്റെ ഇഷ്ടത്തിനാണ് നമുക്ക് പ്രാധാന്യം. ഇന്നു ഞാൻ വളരെ സന്തോഷവതിയാണ്. അങ്ങയുടെ റാണി പദവിയിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നും ഞാൻ അങ്ങയുടെ മാത്രമായിരിക്കും. ഗലീലിയിൽ ഒരു മഹാറാണി. നമ്മൾ ഇനിയും എന്തിനാണ് അമ്മേ ജീവിച്ചിരിക്കുന്നത്? എന്താ മകളെ, കാര്യം പറയൂ. ഒട്ടക രോമം കൊണ്ടുള്ള കുപ്പായം ധരിച്ചൊരു പ്രാകൃതൻ രാജധാനിയിലെ തെരുവീതികളിലും കടലോരങ്ങളും നടന്ന് അമ്മയെ പരസ്യമായി അധിക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. എനിക്കത് സഹിക്കുവാൻ കഴിയുന്നില്ല. നാമാൻ, ആരാണ് അയാൾ? അയാൾ സക്രയുടെ പുത്രനായ യോഹന്നാൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അയാളെ പിടിച്ചുകെട്ടി ഈ രാജസദസ്സിന് മുമ്പിൽ ഹാജരാക്കൂ നാമാൻ. അങ്ങനെയാവട്ടെ. മരുഭൂമിയിൽ നിന്നും വന്നൊരു സന്യാസി എന്നെ ഇത്ര കണ്ട് അധിക്ഷേപിച്ചിട്ടും അങ്ങ് എന്താ ഒന്നും മിണ്ടാത്തത്? അയാളെ ബന്ധിക്കൂ. തിരുമേനി, അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരൂ. നീ ആരാണ്? ഞാൻ ദൈവത്തിങ്കൽ നിന്നും വന്ന പ്രവാചകനാണ്. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിക്കുന്നവൻ. പ്രഭു, അഭിമാനത്തോടെ അങ്ങ് രാജ്യം ഭരിക്കുക, നീതി പ്രവർത്തിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, ശാന്തിയും സമാധാനവും നിലനിർത്തുക. അല്ലയോ മഹാരാജാവേ, ഇവളെ പീലിപ്പോസിന്റെ അടുത്തേക്ക് തിരികെ അയക്കൂ. ഇത് പാപമാണ്. സാധ്യമല്ല. ഇന്ന് ഇവൾ എന്റെ എല്ലാമാണ്. ഇവൻ ആരാണ്? ഇവൻ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ പറയുവാൻ ഇവൻ എന്തധികാരം? സദസ്സിനെയും എന്നെ അവഹേളിക്കുന്ന ഇവനെ തുറങ്കലിൽ അടയ്ക്കാൻ ഉത്തരവിടൂ. പ്രഭു, ഈ സന്യാസി നമ്മുടെ ജനങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. ചോദിക്കാൻ ചെന്ന എന്നോട് കയർത്ത് സംസാരിച്ചു. ഇവനെ തുറങ്കിലടയ്ക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചാലും. പ്രഭു, ഈ സന്യാസി ഒരു പ്രവാചകനാണ്. ഞാൻ ഇയാളെ ഭയപ്പെടുന്നു. സത്യത്തിന്റെ വായ് മൂടിക്കെട്ടുവാൻ അങ്ങ് തുനിയരുത്. ആ ദിവസം വരാറായി. അന്ന് സൂര്യൻ കറുത്തിരിക്കും, ചന്ദ്രൻ രക്താംബരം പോലെ ചുവക്കും, നക്ഷത്രങ്ങൾ അത്തിപ്പഴം പോലെ ആകാശത്തു നിന്ന് പൊഴിയും. അന്നൊരുവൻ ചുവപ്പ് വസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ അമർന്നിരിക്കും. അവന്റെ കയ്യിൽ ദൈവം നിന്ന് നിറഞ്ഞ പാനപാത്രമുണ്ടായി. ദൈവദൂതൻ അവനെ അടിച്ചു വീഴ്ത്തും. അവന്റെ ശരീരം കൃമികൾക്ക് ആഹാരമായി തീരും. പ്രഭു, അവിടുത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഇത് പരസ്യ രാജനിന്ദയാണ്. യോഹന്നാൻ, നിങ്ങളൊരു പുണ്യപുരുഷനാണെന്ന് കരുതി നാം ഇത്രയും നേരം ക്ഷമിച്ചു. രാജനിന്ദയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാം. പക്ഷേ ദൈവനിന്ദയ്ക്കുള്ള ശിക്ഷ അതിലും ഭയാനകമാണെന്ന് അങ്ങക്കറിയാമോ? ഇവനെ കൊണ്ടുപോയി തുറങ്കലിൽ അടയ്ക്കൂ. ഹെരോദോസേ, നിന്റെ സിംഹാസനത്തിന് അധികം ആയുസില്ല. നിന്റെ പാപങ്ങൾ തന്നെ നിന്നെ വേട്ടയാടും. അവന്റെ നാളുകൾ ആസന്നമായിരിക്കുന്നു. അവൻ നീതി നടപ്പാക്കും. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാവും. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ
അവർ ആശ്വസിക്കപ്പെടും. നിന്റെ വലത്തെ കരണം തടിക്കുന്നവൻ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. പ്രഭോ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. നാമാനെ, വരുവാനിരിക്കുന്ന കൊടിയ പാപത്തിൻ്റെ ഇരയാകാതിരിക്കുവാൻ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ പാത അനുഗമിക്കുക. പ്രഭു, പ്രഭോ, ആര്? മെറിയമോ? നടക്കാൻ കഴിയാത്ത നീ എങ്ങനെ ഇവിടെ എത്തിയെന്നോ? നസ്രായനായ യേശു എന്നെ സുഖപ്പെടുത്തി. യേശുവോ? അതേ പ്രഭു, അങ്ങ് പ്രവചിച്ച യേശുവിനെ ഞാൻ ഗലീല കടൽക്കരയിൽ വെച്ച് കണ്ടു. ആ സ്നേഹസ്വരൂപന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് രോഗശാന്തി ലഭിച്ചു. മെറിയം, യേശുവിൻ്റെ കാരുണ്യം ലഭിച്ച നീ ഭാഗ്യവതിയാണ്. പ്രഭു, അദ്ദേഹം പിറവിക്കുരുടന് കാഴ്ച നൽകി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ദിവസം മലയിൽ പ്രസംഗം കേൾക്കാൻ വന്ന 5000 പേർക്ക് അദ്ദേഹം 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തിയാവോളം ഭക്ഷണം നൽകി. ആ മുഖം ഒന്ന് കാണാൻ, ആ വചനങ്ങൾ കേൾക്കാൻ 10,000 കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നു. അങ്ങ് പ്രവചിച്ച മിശിഹ അദ്ദേഹമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ലക്ഷ്യം നിറവേറി, എൻ്റെ ജോലി പൂർത്തിയായി. അവൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപനാകുന്നു. അവൻ്റെ സാമ്രാജ്യം ഒരിക്കലും അസ്തമിക്കയില്ല. നീ സമാധാനമായി പോകുമല്ലേ? പ്രഭു, അവിടുത്തെ ജന്മദിനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പ്രിയതമേ, എന്റെ ജന്മദിനത്തിൽ നീ എന്ത് സമ്മാനമാണ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്? പ്രഭു, അങ്ങയുടെ ഇഷ്ടം എനിക്ക് അറിഞ്ഞുകൂടി. അങ്ങ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശലോമിയുടെ നൃത്തം തന്നെയാവട്ടെ. അങ്ങനെ ആവട്ടെ. നമ്മുടെ ജന്മദിനത്തിൽ നൃത്തം ചെയ്ത് നമ്മെ സന്തോഷിപ്പിച്ച പ്രിയമകളെ ശലോമി, നാം വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു. നിന്റെ നൃത്തം വളരെ മനോഹരം തന്നെ. ശലോമി, ഇങ്ങടുത്തു വരൂ. എന്ത് സമ്മാനമാണ് നാം നിനക്ക് നൽകേണ്ടത്? മടിക്കാതെ ചോദിക്കൂ. അയ്യോ, പോയി ചോദിക്കൂ. ഇരുവരും കൂടി ആലോചിച്ച് നമ്മെ അമ്പരിപ്പിക്കാമെന്നായിരിക്കും. ശലോമി, നീ ചോദിക്കുന്നത് എന്ത് തന്നെയായാലും നാം നിനക്ക് നൽകും. ചോദിക്കൂ. ഞാൻ ചോദിക്കുന്നത് എന്തായാലും അങ്ങ് നൽകുമോ തിരുമേനി? അങ്ങ് സത്യം ചെയ്യണം. എന്തിന്? നമ്മുടെ വാക്കുകൾ നിനക്ക് വിശ്വാസമില്ലേ?
എന്റെ വാക്കുകളെ ഇന്നോളം ആരും അവിശ്വസിച്ചിട്ടില്ല. എങ്കിലും അങ്ങ് സത്യം ചെയ്യണം. ഞാനിതാ സത്യം ചെയ്യുന്നു. നീ ചോദിക്കുന്നത് എന്തും നാം നിനക്ക് നൽകും. ചോദിക്കൂ, എന്താണ് നിനക്ക് വേണ്ടത്? എനിക്ക് ഒരു വെള്ളിത്തളികയിൽ വെള്ളിത്തളികയോ? എന്തിന് വെള്ളിത്തളിക? സ്വർണ്ണത്തളിക തന്നെ ആകട്ടെ. തളികയിൽ എന്തു വേണം? പട്ടുടയാടയോ, രത്നങ്ങളോ? എന്താണ് വേണ്ടത്? പറയൂ. ചോദിക്കൂ. വെള്ളിത്തളികയിൽ യോഹന്നാന്റെ ശിരസ്. എന്ത്? പ്രവാചകന്റെ ശിരസോ? ഇല്ല, വേണ്ട, വേണ്ട. വേണം, അതാണ് അവൾക്ക് വേണ്ടത്. ഇല്ല, ഒരിക്കലും അത് നടക്കില്ല. ശലോമി, വേറെ എന്തു വേണമെങ്കിലും നീ ചോദിക്കൂ. എന്റെ സാമ്രാജ്യം തന്നെ ചോദിക്കൂ. സന്തോഷപൂർവ്വം ഞാൻ നിനക്ക് തരാം. ഇത് മാത്രം വേണ്ട. എനിക്ക് അതാണ് ആവശ്യം, യോഹന്നാന്റെ ശിരസ്. ഇല്ല, അത് സാധ്യമല്ല. ഇല്ലേ, അങ്ങ് സത്യം ചെയ്തതാണ്. എല്ലാവരും അതിന് സാക്ഷികളാണ്. പ്രഭു, അവിടുന്ന് സത്യം ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തിരുമേനി, അങ്ങ് എന്താണൊന്നും മിണ്ടാത്തത്? ശലോമി, നീ ചോദിക്കുന്നത് അതിഭയങ്കരമായ ഒന്നാണ്. ശലോമി, ഈ കൊട്ടാരത്തിൽ അമൂല്യങ്ങളായ അസംഖ്യം രത്നങ്ങളുണ്ട്, വൈഡൂര്യങ്ങളുണ്ട്, മുത്തുമണികളുണ്ട്, മാണിക്യമുണ്ട്, ഒട്ടകപക്ഷികളുടെ തൂവൽ കൊണ്ടുണ്ടാക്കിയ മേലങ്കി, പളുങ്കു കണ്ണാടികൾ കൊണ്ടുണ്ടാക്കിയ പാദരക്ഷ, ഇന്ന് വരെ നിന്റെ അമ്മ പോലും കണ്ടിട്ടില്ലാത്ത അമൂല്യമായ നിധി. ഇതെല്ലാം നാം നിനക്ക് തരാം. ഇതിൽ കൂടുതൽ നാം എന്താണ് നിനക്ക് തരിക? യോഹന്നാന്റെ ശിരസ്. പ്രഭു, ആ ഭ്രാന്തനെ അങ്ങ് എന്തിനിത്ര ഭയപ്പെടണം? പിശാചേ, കടന്നു പോകൂ. നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. ശലോമി, ഒരു തെറ്റും ചെയ്യാത്ത ആ പ്രവാചകന്റെ ശിരസ്, അത് മാത്രം വേണ്ട. നാം അതിയായി ഭയപ്പെടുന്നു. ആ പ്രവാചകൻ ദൈവത്തിന്റെ സ്വന്തമാണ്, പുണ്യപുരുഷനാണ്, ദൈവത്തിന്റെ കരസ്പർശമേറ്റവനാണ്. കൊട്ടാരത്തിലും മരുഭൂമിയിലും ദൈവം അയാൾക്കൊപ്പമുണ്ട്. ഇത് മാത്രം വേണ്ട. ചോദിക്കരുത്, ഇത് മാത്രം ചോദിക്കരുത്. മറ്റെന്തെങ്കിലും ചോദിക്കൂ. എന്താണെങ്കിലും നാം നിനക്ക് നൽകാം. ഇല്ല, എനിക്ക് വേണ്ടത് സ്നാപക യോഹന്നാന്റെ ശിരസ്. ഹോ, ഇതെന്തൊരു പരീക്ഷണം! ആരവിടെ? ആ പിശാചിന് ആവശ്യമുള്ളത് കൊണ്ടുകൊടുക്കൂ. ഉത്തരവ് പോലെ. സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്നും നിങ്ങൾ ഓടി അകലുവിൻ. ഇതാ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിലെറിയപ്പെടും. താഴ്ന്നവ അത്രയും നികത്തപ്പെടുകയും പർവ്വതങ്ങളും കുന്നുകളും താഴ്ത്തപ്പെടുകയും ചെയ്യും. പ്രഭു, അങ്ങ് ഒരു പുണ്യപുരുഷനാണ്. പക്ഷേ രാജകൽപ്പന അത് നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ഒട്ടും താമസിക്കേണ്ട, രാജകൽപ്പന നടപ്പാക്കും. നിങ്ങൾ ഒട്ടും അമാന്തിക്കേണ്ട. എൻ്റെ ശിരസ് കൊണ്ടുപോയി അവർക്ക് കാഴ്ചവെക്കൂ. പ്രവാചകനല്ലേ, ദൈവത്തിന്റെ സ്വന്തം പ്രതിപുരുഷനല്ലേ? കേൾക്കട്ടെ നിന്റെ ഉപദേശങ്ങൾ. അഹങ്കരിക്കുന്ന ജനമേ, കേട്ടുകൊള്ളുക. ഈ ലോകത്തിന്റെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വെള്ളത്തിലെ കുമിളകൾ പോലെ പോയി പറയും. പാപപങ്കലമായ ജീവിതം നയിച്ച നീ അവസാനത്തുള്ളി ദാഹജലം കിട്ടാതെ മരണത്തിന് കീഴ്പ്പെടും. ഇനിയും ശേഷിക്കുന്ന നിന്റെ ജീവിതം നന്മ ചെയ്ത് മുന്നേറുക. മർത്യ, നന്മ ചെയ്ത് മുന്നേറുക.